പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മൈം അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം നിർത്തിവെച്ചു. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. മൈം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് അധ്യാപകൻ കർട്ടൻ താഴ്ത്തി. ആ ദൃശ്യങ്ങളൊന്ന് കാണാം ആദ്യം. ഇപ്പോൾ സ്കൂളിലേക്ക് MSF പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ്. ഷഹദ് റഹ്മാൻ ആ വാർത്തകൾ വെച്ചിരുന്നുണ്ട്. ഷഹദ്, കഴിഞ്ഞ ദിവസമാണ് സുമോദ് ഫ്ലോട്ടില്ല എന്ന് പറയുന്ന 44 ബോട്ടുകൾ 44 രാജ്യങ്ങളിലെ 500-അധികം ഗ്രേറ്റ തുംബർഗ് അടക്കമുള്ളവർ പങ്കെടുത്ത ഫ്ലോട്ടിൽ അങ്ങോട്ടേക്ക് പോകുന്ന ഇസ്രായേൽ തടയുന്നതും. കൊല്ലപ്പെട്ട 66,000 പേരിൽ 26,000 കുട്ടികൾ, 22,000 കുട്ടികൾ. ആ കുട്ടികളിൽ തന്നെ ആയിരക്കണക്കിനാണ് 1 വയസ്സ് പോലും തികയാത്ത കുഞ്ഞുങ്ങൾ. അത് ലോകത്തെ മുഴുവൻ വേദനിപ്പിക്കുന്ന സംഭവമാണ്. അതിൽ കുട്ടികൾ ഒരു മൈം അവതരിപ്പിക്കുന്നതിൽ ആർക്കാണ് പ്രശ്നം ഷഹദ്? ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകമെമ്പാടും അല്ലെങ്കിൽ രാജ്യമെമ്പാടും പലസ്തീന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചില അധ്യാപകർക്ക് അത് പിടിച്ചില്ല എന്ന് വേണം പറയാൻ. കാരണം ഇന്നലെയാണ് ഈ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ മൈം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ മൈമാണ് പാതി വഴിയിൽ നിർത്തുകയും അധ്യാപകർ കയറി കർട്ടനിടാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അധ്യാപകർ കർട്ടൻ ഇട്ടെങ്കിൽ പോലും വിദ്യാർത്ഥികളുടെ അവരവരുടെ ആവേശം ചോരാതെ തന്നെ വേദിക്ക് പുറത്ത് പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ അവിടുത്തെ പതാക ഉയർത്തുകയും വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ, അതായത് ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ തന്നെ വാർത്തകളിലും പത്രങ്ങളിലും രാജ്യത്തുടനീളം മറ്റു മാധ്യമങ്ങളിലുമൊക്കെ തിരഞ്ഞു നിൽക്കുന്നതാണ് പലസ്തീൻ ഐക്യദാർഢ്യവും അവിടുത്തെ കുഞ്ഞുങ്ങളുടെ മുഖവും അവിടെ നടക്കുന്ന കൂട്ടക്കുരുതിയും ഒക്കെ തന്നെ എല്ലാവരും കാണുന്നതാണ്. അത് ഒരു മൈം എന്ന രൂപത്തിലാണ് വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർക്ക് പിടിക്കാതിരുന്നത്. അതാണ് ഈ വിദ്യാർത്ഥികളുടെ അവരുടെ കലാസൃഷ്ടിക്ക് തടങ്കം വെക്കുന്ന രീതിയിൽ അത് അവസാനിപ്പിക്കാൻ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതാണ് ഈ MSFനെയും അതുപോലെ തന്നെ മറ്റ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെയും ചൊടിപ്പിച്ചിട്ടുള്ളത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ആർക്കാണ് ഇവിടെ അത്തരത്തിലൊരു പ്രശ്നം എന്നത് സംബന്ധിച്ച് അധ്യാപകരോട് സംസാരിക്കാൻ പറ്റിയോ? ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു വേദിയിൽ കുറച്ച് കുട്ടികൾ, ചെറിയ കുട്ടികളാണ്, കുറച്ച് കുട്ടികൾ അവരുടെ ഒരു ആവിഷ്കാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചാടി സ്റ്റേജിൽ കയറി ആക്രോശിച്ചുകൊണ്ട് താക്ക് എന്നൊക്കെ പറയേണ്ട ഒരു അധ്യാപനം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അധ്യാപകർ അത്ര പ്രൊവോക്ക് ചെയ്യുന്ന എന്താണ് അതിലുണ്ടായത്? ഇനിയും പലസ്തീൻ്റെ വേദന കണ്ട് സഹിക്കാൻ വയ്യാതെ ഇനി വേണ്ട എന്നതായിരിക്കും അധ്യാപകരുടെ നിലപാട്. ഹാഷ്മി, നമുക്കറിയാം കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് വയനാട്ടിൽ ഒരു ദുരന്തം നടന്നു. ആ സമയത്ത് പ്രതീകാത്മകമായി വയനാടിന്റെ ചിത്രം അത് കലോത്സവ വേദികളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ ഓരോ സംഭവ വികാസങ്ങൾ നമ്മുടെ രാജ്യത്തോ മറ്റ് രാജ്യങ്ങളിലോ ഒക്കെ തന്നെ നടക്കുമ്പോൾ അതിന് പ്രതീകാത്മകമായി വിദ്യാർത്ഥികൾ അത് കലാസൃഷ്ടി എന്ന നിലയിൽ വേദികളിൽ എത്തിക്കും. അത് ആ വിദ്യാർത്ഥികളുടെ കലാസൃഷ്ടി എന്നതിനപ്പുറത്ത് അത് അവരോടുള്ള ഒരു ഐക്യദാർഢ്യം കൂടിയാണ്. ഇന്നലെയൊക്കെ കോഴിക്കോട് ബീച്ചിലും കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ തന്നെ സമാനമായ രീതിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഇത് സംബന്ധിച്ച പരിപാടികളൊക്കെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുട്ടികൾ സമാനമായി ഈ പരിപാടി അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ അത് വേദിയിൽ കൊണ്ടുവന്നു. അത് എതിർക്കുകയാണ് അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് ഈ കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA യോഗമാണ്. ഈ PTA യോഗത്തിലാണ് അധ്യാപകരും ഇവിടുത്തെ രക്ഷിതാക്കളും ഒക്കെ പങ്കെടുക്കുന്ന യോഗമാണ്. ആ യോഗത്തിലാണ് ഇപ്പോൾ ഈ MSF ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിഷേധം അധ്യാപകരോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? എന്തിനാണ് അങ്ങോട്ട് കടന്ന കൈ അധ്യാപകന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്? എന്താണ് അവർക്ക് അത്ര ചുരുക്ക് ആ വിഷയം വേദിയിൽ അവതരിപ്പിക്കുന്നതിൽ എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞോ ഷാദ്? നിലവിൽ ആ വിഷയത്തിൽ ഒരു വിശദീകരണം ഇപ്പോൾ എന്തായാലും സ്കൂളിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. 2 ദിവസമായിരുന്നു സ്കൂളിന്റെ കലോത്സവം, അത് ഇന്നലെയും ഇന്നുമായിട്ട്. പക്ഷേ ഇന്നലത്തോടു കൂടി ഈ പരിപാടി പൂർണ്ണമായിട്ടും നിർത്തിവെച്ചോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്കൂൾ കോമ്പൗണ്ടിൽ വിദ്യാർത്ഥികളുണ്ട്, ഒപ്പം തന്നെ അധ്യാപകരുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു കൃത്യമായിട്ടൊരു നിലപാട് നമ്മളെ അറിയിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും ഇപ്പോൾ ഈ പ്രതിഷേധമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ പ്രതിഷേധം കണക്കിലെടുത്ത്. അപ്പോൾ
അതായത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാലെങ്കിലും സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഒരു വിശദീകരണം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഹാഷ്മി, എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് അത് വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പലസ്തീൻ ഐക്യദാർഢ്യം രാജ്യത്തുടനീളം നടക്കുന്ന ഘട്ടത്തിലാണ് ഈ കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്രം ചില അധ്യാപകർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. എന്തായാലും സ്കൂളിന്റെ ഭാഗത്ത് സ്വതന്ത്ര പലസ്തീൻ എന്ന പ്രമേയത്തെ അനുകൂലിച്ച രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്ന രാജ്യം കൂടി, നമ്മുടെ രാജ്യം കൂടി അതിനെ അനുകൂലിച്ചവരാണ്. ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നത് കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും മാത്രമല്ല. ഇനി ഇസ്രായേൽ നടത്തുന്ന ഈ ജനോസൈഡിനെതിരെ ഇസ്രായേലിനകത്ത് തന്നെ വ്യാപക പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നുണ്ട്. വലിയ മനസാക്ഷിയുള്ളവർ പ്രതിഷേധം ഇസ്രായേൽ നടക്കുന്നു, സ്പെയിനിൽ നടക്കുന്നു, ഇറ്റലി, ജർമ്മനി, അങ്ങനെ ലോകമെമ്പാടും ക്രൂരതയ്ക്കെതിരെ, വംശഹത്യക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ കുട്ടികൾ ഒരു മൈം അവതരിപ്പിച്ചതിന് പേരിൽ ഏത് അധ്യാപകർക്ക് എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം അവർ പറയട്ടെ, ആ സ്കൂൾ പറയട്ടെ. എന്തായാലും ആ പ്രശ്നം അത്ര നല്ല സൂചനയല്ല എന്ന് മാത്രം പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.